മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായാദേവി എഴുതിയ രാത്രിമഴ. ഹോസ്പിറ്റലിൻ്റെ പോർച്ചിൽ വന്നു നിന്ന പോലീസ് ജീപ്പിൽ ഫൈസൽ മുഹമ്മദ് കയറി. ഡ്രൈവർ സുഗതൻ മാത്രമേ ജീപ്പിലുണ്ടായിരുന്നുള്ളൂ. സിവിൽ ഡ്രസ്സിലായിരുന്നു ഫൈസൽ മുഹമ്മദ്. ഹോസ്പിറ്റൽ ഗേറ്റ് കടന്ന് ജീപ്പ് റോഡിലേക്ക് ഇറങ്ങി. ആകെ അസ്വസ്ഥനായിരുന്നു ഫൈസൽ മുഹമ്മദ്. സുധീഷും നിരഞ്ജനയും റൂം വെക്കേറ്റ് ചെയ്ത് എറണാകുളത്തേക്ക് തിരിച്ചു പോയതായി അറിഞ്ഞു. ജീപ്പ് കരമനയിലെത്തി. എതിരെ അതിവേഗത്തിൽ ഒരു സ്കോർപിയോ വരുന്നത് കണ്ടു. അവന്മാരുടെ വരവ് അത്ര പന്തിയല്ലല്ലോ സാറേ, സുഗതൻ പറഞ്ഞു. വെള്ളത്തിലാവും, വിട്ടേക്ക്, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എതിരെ പോലീസ് ജീപ്പ് കണ്ടിട്ടാവണം സ്കോർപിയോയുടെ വേഗം പിന്നെയും കൂടി. തട്ടുകടയുടെ മുന്നിൽ ഏതാനും പേർ ഭക്ഷണം കഴിച്ച് നിൽപ്പുണ്ടായിരുന്നു. തട്ടുകടയുടെ മുന്നിലിരുന്ന ബൈക്കിൻ്റെ പിന്നിൽ വലിയൊരു ശബ്ദത്തോടെ സ്കോർപിയോ ഇടിച്ചു. സുഗതൻ ജീപ്പ് ചവിട്ടി നിർത്തി. ബൈക്കിനെ റോഡിലേക്ക് തട്ടിത്തെറിപ്പിച്ച് സ്കോർപിയോ നിർത്താതെ പാഞ്ഞു. കടയുടെ മുന്നിൽ നിന്നവർ ഉച്ചത്തിൽ ബഹളം വെച്ച് റോഡിലേക്കിറങ്ങി. എതിരെ നിർത്തിയ പോലീസ് ജീപ്പ് അവർ കണ്ടു. സ്കോർപിയോയിലേക്ക് കൈ ചൂണ്ടി കുറേ പേർ ജീപ്പിന് നേരെ ഓടി വന്നു. പുലിവാലായല്ലോ സാറേ, അവൻ്റെ അമ്മയുടെ പിന്നാലെ വിട്, ഫൈസൽ മുഹമ്മദ് അലറി. വെട്ടിത്തിരിഞ്ഞ പോലീസ് ജീപ്പ് സ്കോർപിയോയുടെ പിന്നാലെ കുതിച്ചു. റോഡ് ഏറെക്കുറെ വിജനമായിരുന്നു. ശരം വിട്ട വേഗത്തിൽ ജീപ്പ് പാഞ്ഞു. 1/2 കിലോമീറ്റർ കടന്നപ്പോൾ പോലീസ് ജീപ്പ് സ്കോർപിയോയുടെ പിന്നാലെ എത്തി. വണ്ടിയുടെ നമ്പർ ഫൈസൽ മുഹമ്മദ് നോട്ട് ചെയ്തു. തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. പിന്നാലെ പോലീസ് ജീപ്പുള്ള വിവരം സ്കോർപിയോയിലുള്ളവർ മനസ്സിലാക്കിയെന്ന് ഫൈസൽ മുഹമ്മദിന് മനസ്സിലായി. സ്ഥലങ്ങൾ അതിവേഗം പിന്നോട്ടടിച്ചുകൊണ്ടിരുന്നു. സുഗതൻ മിടുക്കനായ ഡ്രൈവറായിരുന്നു. അയാളെ വെട്ടിച്ച് അവർക്ക് കടന്നു കളയാൻ പറ്റില്ലെന്ന് ഫൈസൽ മുഹമ്മദിന് ഉറപ്പുണ്ടായിരുന്നു. 2 വണ്ടികളും ഒരേ വേഗത്തിൽ കുതിച്ചു. ഇടയ്ക്കിടെ ചരക്ക് കയറ്റി വന്ന പാണ്ടി ലോറികൾ മാത്രം മുരൾച്ചയോടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അവർ വെള്ളത്തിൻ്റെ പുറത്തല്ല സർ, വണ്ടിയിൽ എന്തോ ഐറ്റമുണ്ട്. കൺട്രോൾ റൂമിലേക്കൊന്ന് വിളിച്ചാലോ? അവർ നമ്മുടെ കൺമുന്നിൽ തന്നെ ഇല്ലേ? ഇയാൾ ചവിട്ടിവിട്. ഫൈസൽ മുഹമ്മദ് ഉണർന്നു കഴിഞ്ഞിരുന്നു. പ്രാവച്ചമ്പലവും പള്ളിച്ചലും പിന്നിട്ട് 2 വണ്ടികളും ബാലരാമപുരത്തെത്തി. സ്കോർപിയോ വലത്തോട്ട് വെട്ടിത്തിരിഞ്ഞ് വിഴിഞ്ഞാൻ റോഡ് തിരിഞ്ഞു. ഇനി അവർ കൈവിട്ടു പോവില്ലെന്ന് ഫൈസൽ മുഹമ്മദിന് തീർച്ചയായി. 1/2 കിലോമീറ്റർ പോയപ്പോൾ സ്കോർപിയോ റോഡിൽ ഞരക്കത്തോടെ നിന്നു. ഫൈസൽ മുഹമ്മദ് ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങാൻ തുനിഞ്ഞതും ഇടതു ഭാഗത്തേക്ക് സ്കോർപിയോ തിരിഞ്ഞു. അതൊരു ചെമ്മൺ റോഡായിരുന്നു. ഇനി അധിക ദൂരം അവർക്ക് പോകാൻ പറ്റില്ലെന്ന് ഫൈസൽ മുഹമ്മദിന് ഉറപ്പുണ്ടായിരുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ കുതിച്ച സ്കോർപിയോ പെട്ടെന്ന് നിന്നു. ഹെഡ്ലൈറ്റ് അണഞ്ഞു. മുരൾച്ചയോടെ ജീപ്പും പിന്നിലായി നിന്നു. ഫൈസൽ മുഹമ്മദും സുഗതനും ചാടിയിറങ്ങി. സ്കോർപിയോയുടെ 4 ഡോറുകളും ഒരേ സമയം തുറന്നു. 4 പേർ പുറത്ത് ചാടി ഇരുട്ടിലൂടെ അടുത്ത പറമ്പിലേക്ക് ഓടുന്നതാണ് കണ്ടത്. പിന്നിലെ ഡോർ തുറന്ന് ചാടിയിറങ്ങിയ ആൾ വന്നുപെട്ടത് ഫൈസൽ മുഹമ്മദിൻ്റെ മുന്നിലായിരുന്നു. അയാൾ അവൻ്റെ നേരെ പാഞ്ഞു കയറി. കഴുത്തിന് കുത്തിപ്പിടിച്ച് സ്കോർപിയോയുടെ പിന്നിൽ ചേർത്ത് വെച്ച് കാൽമുട്ട് മടക്കി ഫൈസൽ മുഹമ്മദ് തുരുതുര അവനെ പ്രഹരിച്ചു. അവൻ്റെ അലറിക്കരച്ചിൽ പുറത്തു വന്നില്ല. സുഗതൻ ജീപ്പിൽ നിന്ന് സെർച്ച് ലൈറ്റുമായി ഓടി വന്നു. അവൻ്റെ മുഖത്തേക്ക് വെളിച്ചം വീണു. എന്താടാ വണ്ടിയിൽ? അവൻ ഉച്ച പൊന്തിയില്ല. നീ മിണ്ടില്ലേടാ പന്ന. അവൻ്റെ തല കക്ഷത്ത് കയറ്റി കുനിച്ചു നിർത്തി കൈമുട്ടുകൊണ്ട് 4-5 ഇടി കൊടുത്തു. ശവം കണക്കെ അവൻ നിലത്ത് കുഴഞ്ഞു വീണു. സുഗതന്റെ കയ്യിൽ നിന്ന് ഫൈസൽ മുഹമ്മദ് സെർച്ച് ലൈറ്റ് വാങ്ങി. തുറന്നു കിടന്ന സ്കോർപിയോയുടെ മുൻ സീറ്റുകളിലേക്ക് അയാൾ ലൈറ്റടിച്ചു. പിൻ സീറ്റിന് താഴെ 2-3 വടിവാളുകൾ മാത്രം കണ്ടു. മറ്റൊന്നും വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ ഫൈസൽ മുഹമ്മദിൻ്റെ കാതുകളിൽ വീണു. അയാൾ പിന്നിലേക്ക് ഓടി വന്നു. ഒരു കുഞ്ഞിൻ്റെ കരച്ചിലല്ലേ കേട്ടത്? അതേ സാർ. പിന്നിലെ ഡോർ ഫൈസൽ മുഹമ്മദ് വലിച്ചു തുറന്നു. ഇരുട്ടിൽ കുഞ്ഞിന്റെ കരച്ചിൽ വീണ്ടും കേട്ടു. അയാൾ ലൈറ്റ് തെളിച്ചു. അകത്ത് വീണ വെട്ടത്തിൽ സീറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞെട്ടലോടെ ഫൈസൽ മുഹമ്മദ് കണ്ടു. തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞ്. ഒരു കുഞ്ഞ്. ഫൈസൽ മുഹമ്മദിന് കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കുഞ്ഞിനെ എവിടെ നിന്നോ തട്ടിയെടുത്തതാ സർ. സെർച്ച് ലൈറ്റ് സുഗതന്റെ കയ്യിൽ കൊടുത്തിട്ട് ഫൈസൽ മുഹമ്മദ് വണ്ടിയിൽ കയറി കുഞ്ഞിനെ എടുത്തു. ചൂടേറ്റപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിലടങ്ങി. അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി. സുഗതൻ കുഞ്ഞിൻ്റെ നേരെ ടോർച്ചടിച്ചു. പ്രസവിച്ചിട്ട് 5 നാൾ പോലും തികയാത്ത കുഞ്ഞ്. ആൺകുഞ്ഞാ സർ. ഫൈസൽ മുഹമ്മദിൻ്റെ മനസ്സിലേക്ക് വന്നത് നിരഞ്ജനയുടെ മുഖമായിരുന്നു. നല്ല ഓമനത്തമുള്ള കുഞ്ഞ്. ഫൈസൽ മുഹമ്മദ് കുഞ്ഞിനെ സുഗതൻ്റെ കയ്യിൽ കൊടുത്തു. നിലത്ത് കിടന്ന് ഞരങ്ങിയ ചെറുപ്പക്കാരനെ കോളറിൽ പിടിച്ച് അയാൾ ഉയർത്തി.
നിൽക്കാനുള്ള ശക്തി പോലും അവനില്ലായിരുന്നു. എവിടുന്നാടേ കുഞ്ഞിനെ കിട്ടിയത്? അവൻ നാവനക്കും മുമ്പേ ഇരുചുകിട്ടിലും അടി വീണു. സ്കോർപിയോട് ചേർത്ത് നിർത്തി അവന്റെ 2 കണ്ണിലും അയാൾ വിരൽ കുത്തിയിറക്കി. പറയടാ പന്നി, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ, നിന്നെ ഓമനിക്കാമടാ. അവന്റെ നെഞ്ചിൻ കൂട് തകർത്തുകൊണ്ട് ഫൈസൽ മുഹമ്മദിന്റെ മുഷ്ടി വായുവിൽ പറന്നു. കൊല്ലല്ലേ സാറേ, ഞാൻ പറയാം. അവൻ ബന്ധപ്പെട്ട് ശ്വാസമെടുത്തു. വില കൊടുത്ത് വാങ്ങിയതാ സാർ. ആരിൽ നിന്ന്? എവിടുന്നാടാ? ഫൈസൽ മുഹമ്മദ് മുഷ്ടി ചുരുട്ടി അവൻ്റെ മൂക്കിന് നേരെ കൊണ്ടുവന്നു. പറയാം സാറേ, ഞാൻ പറയാം. SIT ഹോസ്പിറ്റലിൽ പ്രസവിച്ച അതിൻ്റെ അമ്മയിൽ നിന്ന് 3 ലക്ഷം രൂപ കൊടുത്തിട്ടാ കുഞ്ഞിനെ അവർ തന്നത്. സ്വന്തം തള്ളയാണോടാ കുഞ്ഞിനെ വിറ്റത്? കൂടെയുള്ള സ്ത്രീയെ കാശ് വാങ്ങിയത്. കൊച്ചിൻ്റെ അമ്മയ്ക്കും സമ്മതമായിരുന്നു. കള്ളം പറയുന്നോടാ നായേ. നാളെ ഈ കൊച്ചിൻ്റെ ആളുകൾ വന്നാൽ നീ മാറ്റി പറയേണ്ടി വരും. സത്യ സാറേ, ആരും വരില്ല. ഞാൻ പറയുന്നത് സത്യ. കൊച്ചിനെ വിറ്റ ആളുകളെ അറിയില്ലേടാ. അവിടെ വെച്ച് കണ്ട പരിചയമേ ഉള്ളൂ. എങ്ങാണ്ട് നിന്നോ പിഴച്ച് പ്രസവിക്കാൻ വന്നതാ. കൊച്ചിനെയും തന്നിട്ട് കാശും വാങ്ങി അവർ പോയി. അവരിന് വരില്ല സർ. അവനെ റോഡരികിലെ കയ്യാലയിലേക്ക് ഫൈസൽ മുഹമ്മദ് വലിച്ചെറിഞ്ഞു. സുഗതന്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ അയാൾ വാങ്ങി. സുഗതൻ, വണ്ടിയെടുക്ക്. ഇവനെ എടുത്തിടട്ടെ സാറേ? വേണ്ട. ഫൈസൽ മുഹമ്മദ് കുഞ്ഞുമായി ജീപ്പിൽ കയറി. ഒന്നും മനസ്സിലാക്കാതെ സുഗതൻ ജീപ്പിനടുത്ത് വന്നു. കളഞ്ഞിട്ട് പോവുകയാണോ? ഇയാൾ പറഞ്ഞത് കേൾക്ക്. സുഗതൻ ജീപ്പിൽ കയറി. റിവേഴ്സ് എടുത്ത് അയാൾ ജീപ്പ് ഒരുവിധം തിരിച്ചെടുത്തു. റോഡിലിറങ്ങി ജീപ്പ് ഓടാൻ തുടങ്ങി. ഇങ്ങനൊരു സംഭവം തൽക്കാലം ഞാനും സുഗതനും മാത്രം അറിഞ്ഞാൽ മതി സർ. കുഞ്ഞ് മിസ്സിംഗ് ആയത് മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ്. നാളെ ആരെങ്കിലും പരാതിയുമായിട്ട് ഏതെങ്കിലും സ്റ്റേഷനിൽ വരുമോയെന്ന് നോക്കട്ടെ. വന്നാൽ കുഞ്ഞിനെ വിട്ടുകൊടുക്കാം. അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ എനിക്ക് വേണം. സുഗതന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? യെസ് സാർ. കുഞ്ഞിനെ നന്നായി മൂടി പൊതിച്ച് ഫൈസൽ മുഹമ്മദ് ചേർത്ത് പിടിച്ചു. അവൻ പറഞ്ഞത് ശരിയാണെങ്കിൽ 1-2 ദിവസത്തെ പ്രായമേ കുഞ്ഞിനുള്ളൂ. കുഞ്ഞിനെ എന്ത് ചെയ്യും? അതൊരു ന്യായമായ ചോദ്യമാണെന്ന് ഫൈസൽ മുഹമ്മദ് ഓർത്തു. കുഞ്ഞിനെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകാനൊന്നും സാറിന് പറ്റില്ല. ഈ സംഗതി പുറത്തു വിടാത്ത നിലയ്ക്ക് ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കാനും പറ്റില്ല. അത് റിസ്ക്കാണ്. സുധീഷിനെയും നിരഞ്ജനെയും വിളിച്ചു വരുത്തി കുഞ്ഞിനെ കൈമാറാനും പറ്റില്ല. നാളെ രക്ഷിതാക്കൾ വന്നാൽ താൻ ചെയ്യുന്ന മഹാപാപമായിരിക്കും അത്. 2-3 ദിവസം കുഞ്ഞിനെ സുരക്ഷിതമായ സ്ഥലത്ത് ഒളിപ്പിക്കണം. ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് കുറേ റാക്കറ്റുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവൻ പറഞ്ഞത് സത്യമാകാനേ തരമുള്ളൂ. പക്ഷെ ഒരു നിഗമനത്തിലെത്താനും പറ്റില്ല. ആരെങ്കിലും വരുമോയെന്ന് നോക്കണം. സാറിന് സമ്മതമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാൽ 1-2 ദിവസം ഭാര്യ നോക്കിക്കോളും. 6-7 മാസമുള്ള ഒരു കുഞ്ഞ് ഞങ്ങൾക്കുണ്ട്. ആരും വിവരം അറിയാനും പോകുന്നില്ല. അവകാശം വന്നാൽ നമുക്ക് കൈമാറാം. അത് മതി സുഗത. നിങ്ങൾക്ക് തോന്നിയ നല്ല മനസ്സിന് നന്ദി. സുഗതൻ വീട്ടിലേക്ക് വണ്ടി വിട്ടു. ഫൈസൽ മുഹമ്മദിന് ആശ്വാസമായി. വാനിൻ്റെ വേഗം കുറിച്ചിട്ട് ആംബ്രോസ് തിരിഞ്ഞ് കാർത്തേനിയെ നോക്കി. എത്ര നേരമായി ബോധം കെട്ട് കിടക്കുക. കുറച്ച് വെള്ളമെടുത്ത് മുഖത്ത് കുടഞ്ഞു കൊടു. പെണ്ണിൻ്റെ കാറ്റ് പോയാൽ കളി കാര്യമാവുമേ. അവൾ വഴിക്കെങ്ങാനും ഉണരുതെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. വണ്ടിയിൽ കിടന്ന് അലറിക്കരഞ്ഞെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലായേനെ. ഇനി വീടെത്തട്ടെ. വീട്ടിൽ ചെന്നാലും പ്രശ്നമാവില്ലേ? എന്തോന്ന് പ്രശ്നം? ഉടനെ അവളെ കൊണ്ടുപോകാൻ ആള് വരുമടാ. കാർത്തിയായനിക്ക് അടിച്ചത് ലോട്ടറി അല്ലേ? കാർത്തിയായനി മതി മറന്ന് ചിരിച്ചു. രൂപ 1 ലക്ഷമെങ്കിലും വന്നോ? അത്രയ്ക്കൊന്നുമില്ലടാ. ആ കൊച്ചിൻ്റെ ആയുസ് ഭയങ്കരം തന്നെ. ഇനി ഏതാനും മിനിറ്റ് കൂടിയായാൽ നമ്മൾ തെന്മലയിലെത്തും. നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അതോടെ അതിൻ്റെ ആയുസ് തീർന്നേനെ. നല്ല കാശുള്ള ഏതോ വലിയ വീട്ടിലേക്കാണ് അതിനെ കൊണ്ടുപോയത്. അതവിടെ സുഖമായിട്ട് ജീവിച്ചോളും. ഒരു മനസ്താപവും എനിക്കില്ല. കാർത്തിയായനിയുടെ വീട്ടിലേക്കുള്ള റോഡ് തിരിഞ്ഞു. എന്തൊരു ചന്തമായിരുന്നെന്നോ ആ കൊച്ചിനെ കാണാൻ. അതിൻ്റെ മുഖം കണ്ണീന്ന് പോകുന്നില്ല. കാർത്തിയായനി കുപ്പിയുടെ അടപ്പ് തുറന്ന് കുറച്ച് വെള്ളം കൈക്കുമ്പിളിലെടുത്ത് അർച്ചനയുടെ മുഖത്ത് കുടഞ്ഞു. അവൾ ഉണർന്നില്ല. കാർത്തിയായനിക്ക് പേടിയായി. എടി പെണ്ണെ, കണ്ണ് തുറക്കടി. കാർത്തിയായനിയുടെ വീടിന് വാൻ ചെന്ന് നിന്നു. കാർത്തിയായനി കുറച്ച് വെള്ളം കൂടി ഊക്കോടെ അർച്ചനയുടെ മുഖത്തടിച്ചു. അവളുടെ ചുമലിൽ പിടിച്ചുലച്ചു. പെണ്ണെ, എടി. കാർത്തിയായനി പതുക്കെ കണ്ണു തുറന്നു. പെട്ടെന്ന് അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ കാർത്തിയായനി താങ്ങിപ്പിടിച്ചു. അയ്യോ, ഞാൻ എവിടെയാ? എവിടെ എൻ്റെ കുഞ്ഞ്? അവൾ ചുറ്റും പരതി നോക്കി നിലവിളിച്ചു. കാർത്തിയായനി അവളുടെ വായ പൊത്തിപ്പിടിച്ചു. കിടന്ന് അലറാതെ പെണ്ണെ. അർച്ചന കാർത്തിയായനിയുടെ കൈ പറിച്ചെറിഞ്ഞു. എൻ്റെ മോനെവിടെ? എൻ്റെ കുഞ്ഞെവിടെ? നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുവന്നത്? എൻ്റെ കുഞ്ഞെവിടെ? കാർത്തിയായനി അവളെ പിടിച്ചിറക്കി.
കാർത്തിയായനിയുടെ കൈ തട്ടി മാറ്റി അവൾ വണ്ടിക്ക് ചുറ്റും ഓടി നടന്നു. പൊട്ടിക്കരഞ്ഞു. കാർത്തിയായനി പിന്നാലെ ഓടി. ഞാൻ പറയുന്നത് നീയൊന്ന് കേൾക്ക്. കാർത്തിയായനി അവളെ പിടിച്ചമർത്തി. ആ പിടിയിൽ അർച്ചന ഒതുങ്ങി. എൻ്റെ പൊന്നുമോനെ, എൻ്റെ പൊന്നുമോനെ, ആരാ കൊണ്ടുപോയത്? എൻ്റെ പൊന്നുമോനെ. അർച്ചന ഉച്ചത്തിൽ കരഞ്ഞു. നെഞ്ചിലടിച്ച കൈ കാർത്തിയായനി പിടിച്ചടക്കി. എല്ലാം നീ കണ്ടതല്ലേടി. കുറേ പേർ വടിവാളും കത്തിയുമായി വണ്ടി വളഞ്ഞത്. തടഞ്ഞ ആംബ്രോസിനെ അവർ നിലത്തിട്ട് ചവിട്ടിയരച്ചു. കൊച്ചിനെ അവർ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് നീ കണ്ടതല്ലേ? ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യ. അയ്യോ എൻ്റെ മോനെ. അർച്ചന കാർത്തിയായനിയുടെ ശരീരത്തിലേക്ക് കുഴഞ്ഞു വീണു. അവളെ താങ്ങി പിടിച്ച കാർത്തിയായനി റോഡിൽ കിടത്തി. വീണ്ടും ബോധം പോയോ? രക്ഷപ്പെട്ടു. കാർത്തിയായനി ആശ്വസിച്ചു. നിലവിളിയും കരച്ചിലും കേട്ട് അടുത്ത വീട്ടിൽ നിന്ന് മണിക്കുട്ടനും അവൻ്റെ അമ്മയും ഓടി വന്നു. റോഡിൽ ആരോ മലർന്നു കിടക്കുന്നത് അവർ കണ്ടു. മണിക്കുട്ടൻ ടോർച്ചടിച്ചു. അയ്യോ, ഇത് അർച്ചന ചേച്ചിയല്ലേ? ഈ പെണ്ണ് ഇവിടുന്ന് പോയതല്ലേടി കാർത്തുവേ? മണിക്കുട്ടൻ്റെ അമ്മ ചോദിച്ചു. എന്ത് പറയാനാ ചന്ദ്രി? പെണ്ണിൻ്റെ പ്രസവം ഇന്നലെ കഴിഞ്ഞു. കൊച്ചു മരിച്ചുപോയി. അതറിഞ്ഞപ്പോൾ വലിയ ബഹളമായിരുന്നു. ഒരു കണക്കിനാ ഞാൻ ഇവിടെ കൊണ്ടെത്തിച്ചത്. ബന്ധുക്കളോ സ്വന്തക്കാരോ ആരുമില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് വന്ന പൊല്ലാപ്പ് നോക്കണേ. ഇന്നലെ പെറ്റ പെണ്ണല്ലേ ഇങ്ങനെ മഞ്ഞത്ത് കിടത്തിയിരിക്കുന്നത് ശരിയല്ല. വല്ലതെണ്ണവും വരും. നിങ്ങളൊന്ന് സഹായിച്ചതാ. കാർത്തിയായനിയും ചന്ദ്രയും കൂടി അർച്ചനയെ താങ്ങിയെടുത്തു. കാലുകൾ ആംബ്രോസ് പിടിച്ചു. മണിക്കുട്ടൻ ടോർച്ച് തെളിച്ചു. അവർ അർച്ചനയെ വീട്ടിലെത്തിച്ചു. കാർത്തിയായനി അരയിൽ തിരികെയിരുന്ന താക്കോലെടുത്ത് മണിക്കുട്ടന് കൊടുത്തു. അവൻ വീട് തുറന്നു. അകത്തെ കട്ടിലിൽ കൊണ്ടുചെന്ന് അർച്ചനയെ കിടത്തി. കൃഷ്ണമണികൾ മേൽപോട്ട് കയറി ഒരു ശവം പോലെ അവൾ കിടന്നു. കണ്ടിട്ട് പേടിയാവുന്നടി, ചന്ദ്രി പറഞ്ഞു. പെണ്ണിന് സമനില തെറ്റിയിരിക്കുക. കുഞ്ഞിനെ ആരാണ്ട് വന്ന് എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞാ നിലവിളിക്കുന്നേ. സമയത്തിന് ചികിത്സയൊന്നും കിട്ടാതെയാ കൊച്ചു ചാപിള്ളയായി പോയത്. 5-ാം മാസം വരെ മാത്രമേ ഡോക്ടറെ കണ്ടിട്ടുള്ളൂ. ഡോക്ടറുടെയും കണ്ട നേഴ്സുമാരുടെയും ശകാരം മുഴുവൻ ഞാൻ കേട്ടു. കമാന്ന് ഒരക്ഷരം പറയാൻ പറ്റുമോ? അവളെ ഇവിടെ കൊണ്ടുവിട്ട ആ ഇളയച്ചൻ പിന്നെ വന്നില്ലേ? ഇല്ല, അയാൾ തടിയൂരിപ്പോയി. ഇനി വകയിലൊരു സഹോദരനുണ്ട്, കോയമ്പത്തൂരാ. വന്ന് കൊണ്ടുപോയിക്കൊള്ളാന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. കാർത്തിയായനി വണ്ടിയിലിരുന്ന ബാഗ് എടുക്കാൻ പോയി. എന്തൊരു ചന്തമുള്ള പെണ്ണ. ചന്ദ്രി സഹതാപത്തോടെ അർച്ചനയുടെ കിടപ്പ് നോക്കി സഹതപിച്ചു. ബാഗുകളും കവറുകളുമായി കാർത്തിയായനി കയറി വന്നു. ഉണർത്തണ്ട. വേണ്ട, കുറച്ചു നേരം ഉറങ്ങട്ടെ. ഉണർന്നാൽ പിന്നെ വീടെടുത്ത് പൊളിക്കും. എന്നാ നിങ്ങൾ ചെല്ല്. ചന്ദ്രയും മണിക്കുട്ടനും പോയി. കാർത്തിയായനി വാതിലടിച്ച് കുറ്റിയിട്ടു. ബാഗിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ പൊതിയെടുത്ത് കാർത്തിയായനി നോക്കി. അത്രയും തുക ജീവിതത്തിൽ ആദ്യമായി ഒന്നിച്ച് കാണുകയാണവൾ. നോട്ടുകെട്ടുകൾ വിടർത്തി അവൾ മണത്ത് നോക്കി. അതിലുമ്മ വെച്ചിട്ട് പെട്ടിയിൽ വെച്ച് പൂട്ടി. 1 ലക്ഷം രാഘവൻ തരാതിരിക്കില്ല. മൊത്തം 4 ലക്ഷം. 2 ഓട്ടോറിക്ഷ വാങ്ങണം. കാർത്തിയായനി കിനാവു കണ്ടു. നേരം വെളുത്തയുടൻ മൊബൈൽ ഫോണും എടുത്ത് കാർത്തിയായനി വാതിൽ തുറന്നിറങ്ങി. ഹാളിൽ നിലത്ത് കിടന്ന് ഉറങ്ങുകയാണ് ആംബ്രോസ്. അവൻ മുറ്റത്തിറങ്ങിയിട്ട് ചെവള രാഘവനെ വിളിച്ചു. വാഹനത്തിൻ്റെ ഇരമ്പലിനൊപ്പം ചെവള രാഘവൻ്റെ സ്വരം കാതിലെത്തി. എന്താടി, പെണ്ണിനെ വീട്ടിലെത്തിച്ചോ? കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച വഴിക്ക് തന്നെ വന്നെത്തിച്ചേട്ടാ. പെണ്ണെൻ്റെ വീട്ടിലുണ്ട്. കൊച്ചിൻ്റെ കാര്യം പറയടിയെ കാർത്തു. വരുന്ന വഴിക്ക് എൻ്റെ പിള്ളേര് വണ്ടി തടഞ്ഞു. അവർ കൊച്ചിനെ പിടിച്ചെടുത്ത് കൊണ്ടുപോയി. അപ്പോൾ തന്നെ കൊച്ചിനെ ഡാമിലെറിഞ്ഞു. പിള്ളേർക്ക് 10,000 രൂപ കൊടുക്കേണ്ടി വന്നു. നീ എന്നോട് കണക്ക് പറയുവാണോടി? ചെലവായ കാശ് ഞാൻ തരില്ലേ? അതിനുള്ള മുതലല്ലേ നമ്മുടെ കയ്യിലുള്ളത്? ചെവള രാഘവൻ്റെ ചിരി കാർത്തിയായനിയുടെ കാതിൽ മുഴങ്ങി. പെണ്ണേതാണ്ട് ഭ്രാന്ത് പിടിച്ച മട്ട. അവളുടെ ഭ്രാന്ത് ഞാൻ തീർത്തു കൊടുക്കാമടി. ചേട്ടൻ തമാശ കള. ഇനി അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഇന്നോ നാളെയോ ചേട്ടൻ വന്ന് പെണ്ണിനെ കൊണ്ടുപോയിക്കൊള്ളണം. ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടിയല്ലേടി 8-9 മാസമായി ഞാൻ കാത്തിരുന്നത്. രാഘവൻ വരുവാടി. ഇന്ന് രാത്രി രാഘവൻ ചേട്ടൻ എത്തുമോ? കാർത്തിയായനി ഫോൺ മറുകാതിലേക്ക് മാറ്റി. ഇന്ന് രാത്രിയോടെ ഞാൻ കോയമ്പത്തൂരെത്തും. വെളുപ്പിന് പുറപ്പെടാമെടി. രാത്രി അവിടെ എത്തുന്നതാണ് നല്ലത്. കൂടെ 2 സ്ത്രീകളെയും കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് നാളെ പകലും കൂടി നീ അവളെ സൂക്ഷിച്ചാൽ മതി. അതോടെ നിന്റെ ജോലി തീരും. ശരി ചേട്ടാ. കാർത്തിയായനി കോൾ കട്ട് ചെയ്തു. കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കാർത്തിയായനി അർച്ചന കിടന്ന മുറിയിൽ ചെന്നു. മുറിയിലിരുന്ന തണുത്ത വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് കുടഞ്ഞു.
പെണ്ണെ, 2 തവണ വെള്ളം കുടിഞ്ഞിട്ടാണ് അർച്ചന കണ്ണു തുറന്നത്. കുറച്ചു നേരം കണ്ണുകൾ തുറന്നു കിടന്നു. മിണ്ടാതെ കിടന്നപ്പോൾ കാർത്തികേയനിക്ക് സമാധാനമായി. എണീച്ചിരുന്ന് ചായ കുടിക്ക്. ഒരു പ്രതികരണവും ഉണ്ടായില്ല. എടി പെണ്ണെ, കാർത്തികേയനി തോളിൽ പിടിച്ചു കുലുക്കി. അവളുടെ നോട്ടം കാർത്തികേയനിയുടെ മുഖത്ത് വീണു. എടി, ഞാൻ തന്നെയാ. ആശുപത്രിയിൽ നിന്ന് നമ്മൾ ഇങ്ങ് പോന്നു. എണീക്ക്. അർച്ചന പെട്ടെന്ന് കട്ടിലിൽ തപ്പി. അയ്യോ, എൻ്റെ കുഞ്ഞ്. എഴുന്നേറ്റിരുന്ന് അവൾ ഇരുവശത്തും പരിഭ്രമത്തോടെ നോക്കി. എൻ്റെ കുഞ്ഞെവിടെ? എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്തു? അവൾ കാർത്തികേയനെ കടന്നു പിടിച്ച് വിളിച്ചു കൂവി. എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്തു? പറ. എൻ്റെ പൊന്നു മോനെവിടെ? നിനക്കെന്താടി, വട്ടുപിടിച്ചോ? കഷ്ടം തോന്നി ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് കുരിശായോ? നിന്റെ മുന്നിലൂടെ അല്ലേടി അവന്മാർ കൊച്ചിനെയും കൊണ്ട് കടന്നു കളഞ്ഞത്? മിന്നൽ പോലെ ആ ദൃശ്യങ്ങൾ അർച്ചനയുടെ മനസ്സിലേക്ക് വന്നു. എൻ്റെ മോനെ. അവൾ കട്ടിൽ നിന്ന് ചാടിയിറങ്ങാൻ തുനിഞ്ഞതും കാർത്തികേയനെ പിടിച്ചമർത്തി. ഇനി നിലവിളിച്ചിട്ടും നെഞ്ച് തടിച്ചിട്ടും കാര്യമില്ല. കുഞ്ഞിനെ തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. എൻ്റെ കുഞ്ഞില്ലാതെ ഞാൻ ജീവിക്കില്ല. അവൾ മാറത്തടിച്ചു കരഞ്ഞു. അതൊന്നും എനിക്കറിയത്തില്ല. നിന്റെ സങ്കടം കണ്ട് സഹായിക്കാൻ ഇറങ്ങി തിരിച്ച ഞാനാ ഇപ്പോൾ വീട്ടിലായത്. ആംബ്രോസ് എഴുന്നേറ്റിരിക്കാൻ വയ്യാതെ കിടപ്പ. അവൻ്റെ അടിവയറ്റിൽ ആ കാലം മാടന്മാരെ തൊഴിച്ചത്. എന്തിനാടി എന്നെ ദ്രോഹിക്കാൻ നീ ഇങ്ങോട്ട് വന്നത്? സമാധാനത്തോടെ ഞാനിവിടെ കഴിഞ്ഞേനെ. അർച്ചന വിറച്ച് വിറച്ച് കരഞ്ഞു. അവൾ കാർത്തികേയനിയുടെ കയ്യിൽ പിടിച്ചു. എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം ചേച്ചി. എൻ്റെ കുഞ്ഞിനെ കണ്ട് ഞാൻ കൊതി തീർന്നില്ല. അയ്യോ, എൻ്റെ കുഞ്ഞ്, എൻ്റെ മോൻ. എൻ്റെ മോനെ എനിക്ക് കൊണ്ടുതാ. അർച്ചന പെട്ടെന്ന് അലറി വിളിച്ചപ്പോൾ കാർത്തികേയനി വാ പൊത്തിപ്പിടിച്ചു. ഇതൊരു മാരണമായല്ലോ. നീ കിടന്ന് തൊള്ള തുറന്നാൽ കൊച്ചിനെ കിട്ടുമോ? നമ്മൾ രാത്രി ആശുപത്രിയുടെ മുന്നിൽ വണ്ടി കാത്തിരുന്നപ്പോൾ ആരോ നമ്മളെ നോട്ടമിട്ട് വെച്ചതാ. അവന്മാർ പിന്നാലെ വന്നു. വഴിക്ക് വെച്ച് വണ്ടി തടഞ്ഞിട്ടല്ലേ കൊച്ചിനെ തട്ടിയെടുത്തത്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടെത്തി താ ചേച്ചി, അവൾ കെഞ്ചി പറഞ്ഞു. തിരുവനന്തപുരത്ത് നമുക്കാരാ പരിചയമുള്ളത്? അവർ കൊച്ചിനെയും കൊണ്ട് എത്തിയൻ്റെ അടുത്ത് എത്തിക്കാണും. തമിഴ്നാട്ടിലേക്കാവും പോയിട്ടുണ്ടാവുക. നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ? പോയത് പോയി. നീ ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. നിന്റെ ആരോഗ്യം കൂടി ഇല്ലാതാക്കാമെന്ന് മാത്രം. എനിക്കെൻ്റെ മോനെ വേണം. എൻ്റെ മോനെ, എൻ്റെ മോനെ. കാർത്തികേയനിക്ക് ദേഷ്യം വന്നു. പറഞ്ഞാൽ മനസ്സിലാവില്ലേ പെണ്ണെ? അർച്ചന കാർത്തികേയനിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. നമുക്ക് തിരുവനന്തപുരത്ത് പോകാം ചേച്ചി. അവിടെ ചെന്ന് പോലീസിൽ പരാതി കൊടുക്കാം. എൻ്റെ കുഞ്ഞിനെ പോലീസ് കണ്ടെത്തി തരും. കാർത്തികേയനി പുച്ഛിച്ച് ആട്ടിക്കളഞ്ഞു. പിന്നെ പോലീസിൻ്റെ കയ്യിലിരിക്കുകയല്ലേ കുഞ്ഞ്. ഓടിച്ചെല്ലുമ്പോൾ അവനിങ്ങോട്ട് എടുത്തു വെച്ച് തരാൻ. കൊച്ചുമായി ആ ദ്രോഹികൾ തമിഴ്നാടോ ആന്ധ്രയോ കടന്നിട്ടുണ്ടാവും. പോലീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി തടഞ്ഞു നിർത്തി കൂടെയുണ്ടായിരുന്നവരെ ആക്രമിച്ചിട്ട് കൊച്ചുമായി കടന്നു കളഞ്ഞവർ അത്ര നിസ്സാരന്മാരാണെന്നാണോ നീ കരുതുന്നത്? പോയത് പോയി. ഇതിനേക്കാൾ വലുതെന്തോ വരാനിരുന്നതാ. നമ്മളെ കൊല്ലാതെ വിട്ടതല്ലേ ഭാഗ്യം. കാർത്തികേയനി എഴുന്നേറ്റു. അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമായിരുന്നില്ലേ? അങ്ങനൊരു ബുദ്ധിയുണ്ടെങ്കിൽ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ജീവനും കൊണ്ട് വീട്ടിലെത്തിയാൽ മതിയെന്നേ എനിക്കപ്പോൾ തോന്നിയുള്ളൂ. എൻ്റെ കുഞ്ഞില്ലാതെ ഞാൻ ജീവിക്കില്ല. ഒരു പകലും രാത്രി 10:30 മണി വരെയും ഹോസ്പിറ്റലിൽ വരാന്തയിലും പുറത്തുമാണ് കുഞ്ഞുമായി ചെലവഴിച്ചത്. പലരും കുഞ്ഞിനെയും തന്നെയും നോക്കുന്നത് കണ്ടതാണ്. കാർത്തികേയനി ചേച്ചി പറഞ്ഞതുപോലെ ആരോ തൻ്റെ കുഞ്ഞിനെ നോട്ടമിട്ടിരുന്നു. ഈശ്വര, എന്തിനീ ചതി എന്നോട് ചെയ്തു? കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവൾ ഹൃദയം പൊട്ടി കരയാൻ തുടങ്ങി. എൻ്റെ മോനെ, നീ എവിടെയാണ്? അമ്മയെ തനിച്ചാക്കി പോയല്ലോ. നിന്നെ കണ്ട് കൊതി തീർന്നില്ല. എൻ്റെ പൊന്നു മോനെ, മോനെവിടെയാ? നെഞ്ചു പൊട്ടി അവൾ കരഞ്ഞു. മാറിടങ്ങൾ ചുരന്നുകൊണ്ടിരുന്നു. തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ നോക്കി ഫൈസൽ മുഹമ്മദ് ഏറെ നേരം നിന്നു. ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന കുഞ്ഞ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സാറേ, പാല് കുടിക്കുന്നുണ്ട്. സാറ് വരുന്നത് വരെ ഉണർന്നു കിടക്കുകയായിരുന്നു. അടുത്തു നിന്ന് സുഗതൻ സന്തോഷത്തോടെ പറഞ്ഞു. ഏതോ നല്ല വീട്ടിലെ കുഞ്ഞ, കണ്ടാൽ അറിയില്ലേ? സുഗതന്റെ ഭാര്യ ഒരു കപ്പ് ചായയുമായി വന്നു. ബിന്ദുവിന് അസൗകര്യമൊന്നുമില്ലല്ലോ? ചായ വാങ്ങുമ്പോൾ ഫൈസൽ മുഹമ്മദ് അവളോട് ചോദിച്ചു. എന്ത് അസൗകര്യം സാറേ? സന്തോഷമേ ഉള്ളൂ. എത്ര കാലം വേണമെങ്കിലും അവനെ ഞാൻ നോക്കിക്കൊള്ളാം. തങ്കക്കുടമല്ലേ? അവൾ ചിരിച്ചു. നിങ്ങളെ അധിക ദിവസം ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല. ഭാഗ്യമുള്ള കുഞ്ഞാ സാറേ അത്. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ പെടുമോ? വല്ല പാണ്ടികൾക്കും വിൽക്കാനാവും കൊണ്ടുപോയത്.
നല്ലൊരു ജീവിതം അവന് കിട്ടില്ലേ? സാറിന് വേണ്ടിയിട്ടല്ലെന്ന് എനിക്കറിയാം. ചായ കുടിച്ചിട്ട് ഫൈസൽ മുഹമ്മദ് കപ്പ് തിരിച്ചു കൊടുത്തു. അതെ, ഒരിക്കലും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാത്ത ദമ്പതികൾക്കാ അവനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അവരുടെ മുഖമായിരുന്നു. കോടീശ്വരൻ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവർക്കിവനെ കിട്ടിയാൽ പൊന്നുപോലെ വളർത്തിക്കോളും. ആരും അന്വേഷിച്ചു വരരുതെന്ന എൻ്റെ പ്രാർത്ഥന. ഫൈസൽ മുഹമ്മദ് സുഗതൻ്റെ വീട്ടിൽ നിന്നിറങ്ങി സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോൾ ഫൈസൽ മുഹമ്മദ് അസ്വസ്ഥനായിരുന്നു. ഏത് നിമിഷവും ആ മെസ്സേജ് വരാം. എവിടെ നിന്നോ ഒരു കുഞ്ഞു കളവ് പോയിരിക്കുന്നു. അലമേലുവിൻ്റെ ശവശരീരം ശാന്തി കവാടത്തിൽ അടക്കം ചെയ്തു. വൈകുന്നേരം കഴിഞ്ഞിട്ടും കുഞ്ഞിനെ നഷ്ടപ്പെട്ട കംപ്ലൈൻ്റ് ഒരു സ്റ്റേഷനിൽ നിന്നും ലഭിച്ചില്ല. കുഞ്ഞിനെ തേടി ആരും വരില്ലെന്ന വിശ്വാസത്തിൽ ഫൈസൽ മുഹമ്മദ് എത്തിച്ചേർന്നു. രാത്രി ക്വാർട്ടേഴ്സിൽ വന്നിട്ട് അയാൾ സ്നേഹപ്രഭയെ വിളിച്ച് സംസാരിച്ചു. ഇനി ആരും വരുമെന്ന് തോന്നുന്നില്ല ഫൈസി. കുഞ്ഞിനെ നിരഞ്ജനയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തുകൂടെ? നീ അവളോട് സൂചിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, വെറുതെ മോഹം കൊടുക്കാൻ പാടില്ലെന്ന് കരുതി. അലമേലുവിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് അവൾ വന്നത്. പാവം, 4-5 ദിവസം കഴിഞ്ഞോട്ടെ. കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരികെ ആവശ്യപ്പെടാൻ പറ്റില്ല. കുഞ്ഞിൻ്റെ അവകാശികൾ വന്നാൽ മുഖം തിരിക്കാനേ കഴിയൂ. കാത്തിരിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കുഞ്ഞ് അവർക്ക് വിധിച്ചിട്ടുള്ളതാ ഫൈസി. സെല്ലിലേക്ക് നിരഞ്ജനയുടെ കോൾ വരുന്നത് ഫൈസൽ മുഹമ്മദ് അറിഞ്ഞു. നിരഞ്ജന വിളിക്കുന്നുണ്ട്. ഞാൻ കോൾ അറ്റൻഡ് ചെയ്യട്ടെ? ഫൈസൽ മുഹമ്മദ് നിരഞ്ജനയുടെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ നിരഞ്ജന, ഫൈസി ബിസിയാണോ? അല്ല, ക്വാർട്ടേഴ്സിലാ, പറഞ്ഞോളൂ. അലമേലുവിൻ്റെ ബോഡി സംസ്കരിച്ചോ? വൈകിട്ട് സംസ്കാരം കഴിഞ്ഞു. ശാന്തി കവാടത്തിൽ. അൺനോൺ എന്ന പേരിലാവോ അല്ലേ? അയാൾ ഒന്നും പറഞ്ഞില്ല. ഐ നോ. തെരുവിൽ നിന്ന് കണ്ടെത്തിയ നാടോടിയായ ഗർഭിണി. പോലീസിന് എന്ത് ചെയ്യാനാവോ അല്ലേ? പക്ഷേ ഫൈസി, അവൾ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. വീർത്ത വയറുമായി ഒരു പല്ലിയെപ്പോലെ കൺമുമ്പിൽ നിൽക്കുന്ന രൂപം. ഏതൊരു സ്ത്രീയെയും ആ കാഴ്ച ഹോണ്ട് ചെയ്യും. എന്നെ അത് അസ്വസ്ഥതപ്പെടുത്തുകയാണ്. വിട്ടേക്ക് നിരഞ്ജന. എനിക്കതിന് പറ്റില്ല ഫൈസിൽ. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ജന്മമാണ് എൻ്റേത്. പക്ഷേ അവൾക്ക് വേണ്ടിയല്ലെങ്കിലും ഇനിയും ആ ദുരന്തം സംഭവിക്കാൻ പോകുന്ന മറ്റ് അലമേലമാർക്ക് വേണ്ടി എനിക്കെന്തെങ്കിലും ചെയ്തേ തീരൂ. ഫൈസൽ മുഹമ്മദ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. വാട്ട് യു മീൻ? പകപ്പോടെ അയാൾ ചോദിച്ചു. ആ VIP മുഖം എനിക്ക് പുറത്തു കൊണ്ടുവരണം. ഫൈസയ്ക്ക് ഒരു ദോഷവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ആ നരാധമൻ്റെ മുഖം മൂടി പിച്ചി ചീന്തണം. ഒരു നടുക്കം ഫൈസൽ മുഹമ്മദിനുണ്ടായി. എന്ത് അസംബന്ധമാണ് നിരഞ്ജന പറയുന്നത്? പുരുഷന്മാർക്ക് ഇതൊരു അസംബന്ധം തന്നെയാണ്. സുധിയും ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ചു. എനിക്കതിന് കഴിയില്ല. ഞാനൊരു സ്ത്രീയാണ്. എന്നെപ്പോലെ ഈ ലോകത്ത് ജീവിക്കാൻ അനുവാദമുള്ളവളാ അലമേലുവും. ഞങ്ങളിൽ കുറച്ചു പേർ മാത്രം ജീവിച്ചാൽ പോരാ. ആർ യു സീരിയസ്? യെസ്, ഐ ആം സീരിയസ്. ഫൈസിയും സഹായിച്ചില്ലെങ്കിൽ പോലും ഞാനിനി പിന്നോട്ടില്ല. കൊള്ളാം, നന്നായി. എന്നോട് തന്നെ ഇത് ചെയ്യണം. ഫലം നോക്കാതെ കർമ്മം ചെയ്യണമെന്ന ഗീതയിൽ മാത്രമല്ല വിശുദ്ധ ഖുറാനിലും പറഞ്ഞിട്ടുണ്ട്. ഫൈസിയെ ഇതെങ്ങനെ ബാധിക്കും? ആ സത്യം അറിയുന്ന 3 പേരിൽ ഒരാൾ ഞാനാണ്. ഒരാൾ DYSP മുകുന്ദൻ സാർ. എനിക്ക് തന്നെ നിരഞ്ജന വാരിക്കുഴി കുത്തി. എൻ്റെ ഭാര്യയും അഡ്വക്കേറ്റ് നിരഞ്ജനയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആർക്കും അധികം അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. ഫൈസി എന്തിനും ഭയപ്പെടണം? നട്ടലോടെ നിവർന്നു നിൽക്കുകയല്ലേ വേണ്ടത്. സമൂഹത്തിൻ്റെ പിന്തുണ ഫൈസിക്കുണ്ടാവും. ആരും ഒന്നും ചെയ്യില്ല. എല്ലാ ബഹുമാനത്തോടെയും പറയുകയാണ്. അസാമാന്യ വേഗതയിൽ വാഹനം ഓടിക്കുന്ന സ്ത്രീ തൊട്ടുമുന്നിലെ അപകടത്തെക്കുറിച്ച് ഒരിക്കലും ബോധവതിയല്ല. എന്നാൽ പുരുഷൻ്റെ മുന്നിൽ അതെപ്പോഴുമുണ്ട്. കള്ളൻ മുന്നിലെത്തിയാൽ സ്ത്രീ അലറി വിളിക്കുമ്പോൾ അവനെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്നാവും പുരുഷൻ ചിന്തിക്കുന്നത്. ഞാൻ തടയുന്നില്ല. നിരഞ്ജനയ്ക്ക് മുന്നോട്ട് പോകാം. എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഫൈസിയിൽ നിന്ന് ഞാൻ ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. സ്ത്രീകളെക്കുറിച്ചുള്ള ഫൈസിയുടെ നിഗമനങ്ങളും തെറ്റാണ്. ഞാൻ നാളെ തിരുവനന്തപുരത്തിന് വരുന്നുണ്ട്. ചിലരെ കാണണം. എൻ്റെ കൂടെ നിൽക്കാൻ സന്മനസ്സുള്ളവർ ഉണ്ടാവും. ഒന്നും ഫൈസിയെ അറിയിച്ചില്ലെന്ന് വേണ്ട. ഗുഡ് നൈറ്റ്. കോൾ കട്ടായി. ഒരു ജന്മത്തും വിശ്വസിക്കാൻ കഴിയാത്ത വർഗമാണ് സ്ത്രീയെന്ന് അയാൾക്ക് തോന്നി. ഇവരെ ഇങ്ങോട്ട് ക്ഷണിച്ചതേ വിഡിതമായി പോയി. ഒരു കൊടുങ്കാറ്റാണ് നിരഞ്ജന കെട്ടഴിച്ചു വിടാൻ പോകുന്നത്. രാജിവെച്ച് വനവാസത്തിന് പോകേണ്ടത് പ്രബലനായൊരു മിനിസ്റ്ററും. പ്രത്യാഘാതങ്ങൾ ഊഹിക്കാൻ പോലും കഴിയാത്തതാണ്. അയാൾക്ക് തല പെരുത്തു. നോവൽ തുടരും.